മധുക്കൾ ഓ ഒരു സലിൽ ദാസ് സോങ് കേൾക്കുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. ഉറപ്പാണോ? അത് തന്നെ കേൾക്കാം. ഓക്കെ, അതിന് വരാൻ പോകുന്നത് എന്റെ ഒരു പടയാളിയാണ്. ഞങ്ങളുടെ അവിടെ നിന്നുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. കോട്ടയത്ത് നിന്ന് നമ്മുടെ മൈഥിലി കുട്ടിയെത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. മൈഥു ആരെങ്കിലും വിളിക്കാറുണ്ടോ? ചിലരൊക്കെ വിളിക്കാറുണ്ട്. ഓ ആണോ? ഞാൻ ചുമ്മാ വിളിച്ചു നോക്കിയതാ. സ്കൂളിലൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അത് കൊള്ളാം കേട്ടോ മധു. മൈഥു. മൈഥു. ദാറ്റ്സ് എ നൈസ് ഡിസ്കവറി. മൈഥു. മൈഥു എന്താ? സലിതാടെ പാട്ടുമായിട്ടല്ലേ എത്തിയിരിക്കുന്നത്. അതെ. അപ്പൊ ഇന്നത്തെ പാട്ട് ഓമന തിങ്കൾ പക്ഷി അല്ലേ? അതെ. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു താരാട്ട് പാട്ടാണ്. എന്ത് രസമാണ്. അപ്പൊ നല്ല ഗംഭീരമാട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മൈഥിലി കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തിങ്കൾ പക്ഷി തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്? പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്? തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്?
മൈത്രു, എന്തോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മൈതുവിന്റെ ശബ്ദം ഉണ്ടല്ലോ, അത് ഈ പാട്ടുമായിട്ട് ഇങ്ങനെ ജെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഓമന തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ. ശരിക്കും താരാട്ട് പാട്ട് എന്ന് പറയുന്നത് അത് എന്തിനാണ്? ഇത് ഉറക്കം വരാനായിട്ട്. ആ, അമ്മ കുഞ്ഞിനെ ഉറക്കാനാണ് അല്ലേ? അപ്പൊ താരാട്ട് പാട്ട് പാടുമ്പോഴത്തേക്കും അത് ഒരുപാട് ശബ്ദത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? കുഞ്ഞെണീക്കും ഉറക്കം വരില്ലേ? അല്ലേ? അപ്പൊ ഓമന തിങ്കൾ എന്ന് തുടങ്ങിയില്ലേ? ഓമന, അതില് ഒരു സ്വെല്ല് കൊടുക്കുന്നുണ്ട്. അത് അത്രയും സ്വെല്ലുണ്ടെങ്കിൽ അപ്പ കുഞ്ഞെണീക്കുന്ന എനിക്ക് തോന്നണേ. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അതിനെ കണ്ടെയ്ൻ ചെയ്യണം. ഇത്രയാക്കണ്ട, ഇത്രയും. ആ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് പഠിക്കേ. ഓമന തിങ്കൾ പക്ഷി. അതില്ലേ, അത് ഇങ്ങനെ ഒരുപാട് സ്വെല്ല് ചെയ്യണ്ട. ഓമന തിങ്കൾ പക്ഷി ഓമന തിങ്കൾ പക്ഷി. ആ സംഗതിയും കറക്റ്റ് ആവണം. അതേ സമയത്ത് അത് ഒരുപാട് ബ്രോഡായിട്ട് സൗണ്ട് ചെയ്യാൻ പാടില്ല. ഓമനല്ലേ, അതാണ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. പാടുമ്പോ ഓമന എന്ന് പാടിയാൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. സോഫ്റ്റ് ആയി. അതുപോലെ മേളിൽ പാടുന്ന ഇളം തെന്നൽ അതൊക്കെ കണ്ടെയ്ൻ ചെയ്യണം. അതിങ്ങനെ ബ്രോഡായിട്ട് വരാൻ പാടില്ല. മാക്സിമം ഒന്ന് അത് വോളിയം റെസ്ട്രിക്ട് ചെയ്ത് പാടാം. ഒരു കൺട്രോളിൽ പാടാൻ പറ്റുമോ? ശ്രുതിയും ചേരണം കുറച്ചും കൂടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വോയിസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഡൈനാമിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വോയിസിന്റെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ശ്രുതി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പറഞ്ഞു മനസ്സിലായത്? റെസ്ട്രിക്റ്റും ചെയ്യണം, ശ്രുതി പോകാനും പാടില്ല, ആ സംഗതി വരും വേണം. അതാണ് അതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പാടിത്തരാമോ? ഇവിടെ അനീത്തിയാണ് ഉറങ്ങുന്നതെന്ന് വെച്ചോ. അപ്പൊ അനീത്തിക്കാണ് പാടി കൊടുക്കുക. അപ്പൊ അനീത്തി എണീക്കാനേ പാടില്ല. അപ്പൊ തൂ വെള്ള പുടവ എങ്ങനെ പാടും? അതാണ്. ഇതെല്ലാം കുറച്ചും കൂടെ റെസ്ട്രിക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ വോളിയം റെസ്ട്രിക്ട് ചെയ്യണം, കുറച്ചും കൂടെ കുറവാണ്. അപ്പോഴാണ് കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങണേ കേട്ടോ. ആ, പിന്നെ ഇതിൽ ഭയങ്കര രസമുണ്ട്. അതായത് നീലത്താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത് എന്ന് ചോദിക്കുന്നു. അതെന്തായിരുന്നു? നക്ഷത്രം. മീനൂട്ടിക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? എന്നോടായിരുന്നു ആ ചോദിച്ചത്. പിന്നെ ആരോടാ? ഞാൻ വെച്ചു മൈഥിലി കുട്ടീനോടാണ്. അച്ഛനാണ് ചോദിക്കുന്നത്. ഓക്കെ അച്ഛാ. ഇത് ഈ ചോദ്യം മീനൂട്ടിയോട്. ഓ. ഇളം തെന്നൽ ഉറങ്ങുമ്പോൾ ഇലക്കിങ്ങിണി കുടിലിൽ തൂവെള്ള പുടവ ചുറ്റി തുളസിപ്പൂം പടവിൽ ഉറങ്ങാത്ത മിഴികളുമായി ഉപവസിക്കുന്നത് ആര്? ആരാ? നിലാവ്. ഓ, ആണോ? അതാണ്, ഒരു കടങ്കഥ പോലെയാണ് ഈ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചോദ്യവും ഉത്തരങ്ങളാണ്. അതുപോലെ തന്നെ 1000 പൗർണമികൾ ആയുസിൽ വിടരാൻ തളികയിൽ കളഭവുമായി തപസ്സിരിക്കുന്നത് ആര്? ആര്? ഓമന തിങ്കൾ പക്ഷിയോ? അമ്മയല്ലേ തപസ്സിരിക്കുന്നത് അല്ലേ? അത് അമ്മയ്ക്ക് മാത്രം സാധിക്കുന്നത്. അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് ഇതിന്റെ ഉത്തരങ്ങൾ ഞാൻ പറയണമെന്ന്. ആ പാട്ടിൽ ശരിക്കും അങ്ങനെ ഉണ്ടല്ലേ? നക്ഷത്രം, അത് നിലാവ്, അതുപോലെ അമ്മ എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ, രസമായിട്ടുണ്ട് കേട്ടോ മോളെ. ഓക്കെ മൈഥിലി കുട്ടി, എന്തോ എനിക്ക് വോയിസിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ തോന്നിയേ. ആദ്യമൊക്കെ കുറച്ച് എയറി ആയിട്ടുള്ള ഹസ്കി ആയിരുന്നു മൈഥിലി കുട്ടിയുടെ വോയിസ്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ട് എന്താ പറയാ, ഹസ്കിനെസ് മാറിയിട്ട് മൈഥിലി കുട്ടിയുടെ യഥാർത്ഥ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. ക്ലാരിറ്റിയോട് കൂടി നല്ല ക്ലാരിറ്റിയോട് കൂടെ വന്നു തുടങ്ങി. അതിന് ഒരു വലിയൊരു കൈയ്യടി കേട്ടോ. ആസ് എ സിംഗർ അത് നല്ലൊരു സ്റ്റെപ്പാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ആ ശബ്ദം നല്ല ക്ലാരിറ്റിയിൽ
ക്രിസ്പി ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതൊന്ന്. പിന്നെ ഒന്ന് ബ്രെത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ആദ്യം പാടുന്ന പോലെയല്ല, നല്ല വ്യത്യാസമുണ്ട്. കുറേ അക്ഷരങ്ങളുടെ ക്ലാരിറ്റിയോടുകൂടെ ആ ബ്രെത്ത് പോവാതെ മൈഥിലി കുട്ടിക്ക് പാടാൻ വേണ്ടി പറ്റണം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഞാൻ എന്താ പറയാ, ഈ ഒരു ജേണിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഞാൻ മൈഥിലി കുട്ടിയിൽ കാണുന്നത്. ഓക്കെ. പിന്നെ ഈ പാട്ടിലേക്ക് വരുമ്പോ നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. തളികയിൽ കളഭവുമായി തപസിരിക്കുന്നതാരോ എന്ന് പറഞ്ഞ ഭാഗമൊക്കെ നല്ല രസത്തില് ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പക്ഷെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിരുന്നു. ആ അവസാനം എൻഡില് ഒരു നിർത്തിയില്ല, ഒരു ഹമ്മിങ് പോലെ പാടി നിർത്തിയില്ല, അവിടെയൊക്കെ ചെറിയ ചെറിയ ഫ്ലാറ്റ് ആയിരുന്നു. ശ്രുതി അങ്ങ് എത്തുകയും ചെയ്തില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പാട്ടിൽ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ കീപ് പ്രാക്ടീസിങ്. ഇതുപോലെ തന്നെ പോട്ടെ. ശബ്ദമൊക്കെ നല്ല നല്ല എന്താ പറയാ, നല്ല ക്ലീൻ ആക്കി വെക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈഥിലി കുട്ടി എന്തോ നന്നായിരുന്നു. ഇപ്പോ ഈ നമ്മുടെ ആര്യ പറഞ്ഞ പോലെ വോയിസിന് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ ക്ലാരിറ്റി വരാനായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ കൂടുതൽ തുറന്ന് ഓപ്പൺ ആയിട്ട് പാടാൻ ശ്രമിക്കും. ഹസ്കിനെസ് മാറ്റി ഹസ്കി ആവേണ്ട ചില ഭാഗങ്ങളുണ്ട്, അവിടെ മാത്രം ഹസ്കി ആക്കിയാൽ മതി. അല്ലാത്ത സ്ഥലത്തൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഭാവം കൈവിടാതെ സൂക്ഷിക്കണം. അപ്പൊ ഇന്നിപ്പോ നന്നായിട്ട് പാടി. ചില ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പറഞ്ഞപ്പോ MJ അങ്കിളും ആര്യ ചേച്ചിയും പറഞ്ഞ ആ ഭാഗങ്ങള് അത് തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ കുറച്ച് ശ്രുതി പോയത് ഇളം തെന്നൽ തുടങ്ങിയപ്പോൾ ആ ലൈന്, പിന്നെ തൂവെള്ളപ്പുടവ ചുറ്റി അവിടെയൊക്കെ കുറച്ച് ശ്രുതി, താലോലം തുടങ്ങിയ സ്ഥലത്ത് കുറച്ച് ശ്രുതി, പിന്നെ അവസാനം നിർത്തിയ ഹമ്മിങ് പാടി നിർത്തിയില്ലേ, പാടി നിർത്തിയില്ലേ, അവിടെയും ആ ഫിനിഷിങ് കുറച്ച് ഫ്ലാറ്റായി നിർത്തിയപ്പോ സസ്റ്റെയിൻ ചെയ്തത് മൈന്യൂട്ടായിട്ട് കേട്ടോ. അതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. MJ അങ്കിൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പാടുന്നത്. താരാട്ട് പാട്ടല്ലേ, അപ്പൊ സോഫ്റ്റ് ആയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഒക്കെ കൂടിയത് കൊള്ളാം, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധു, ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു ദേവരായ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞത്, അതായത് ഹരിവരാസനം ചെയ്യുമ്പോൾ അതില് ലിറിക്സില് ഹരിവരാസനം സ്വാമി, വിശ്വമോഹനം സ്വാമി, ഹരിതധീശ്വരം സ്വാമ്യാരാധ്യ പാതുകം, ഹരിവിമർദ്ദനം സ്വാമി, നിത്യനർത്തനം സ്വാമി. അപ്പൊ ഇത് കണ്ടിട്ട് മാസ്റ്റർ അതിലെ സ്വാമി എല്ലാം കട്ടിത്തളഞ്ഞു. അപ്പൊ മാസ്റ്റർ പറഞ്ഞത്, ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന അയ്യപ്പനെ സ്വാമി സ്വാമി എന്ന് വിളിച്ച് അപ്പൊ മാസ്റ്റർക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ഹരിവരാസനം പാടിയതിനു ശേഷം അവസാനം എല്ലാം ഒരുമിച്ച് ചരണം വിളിക്കും ചിലവര്, സ്വാമി ശരണം അയ്യപ്പ എന്ന്. അപ്പൊ അത്ര നേരം ഉറക്കി കിടത്തിയാളെ വീണ്ടും ക്ഷണിപ്പിക്കുമ്പോൾ അതുപോലെയാണ്. അപ്പൊ മൈഥിലി കുട്ടി എന്തോ ഇന്നത്തെ മാർക്ക് അറിയാം? മൈഥിലി കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ പോയി പ്രാക്ടീസ് ചെയ്ത് ശരിക്കും ഉറക്കാനൊക്കെ പഠിച്ചിട്ട് വരണം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആശാനൊന്നും തുറയിലാട്ടൊന്നും പോയില്ലേ? വെയില് താണിട്ടൊന്നും ഇറങ്ങണം. നീ എന്നടാ മധുവേ വെള്ളം ഇറക്കാത്ത? പഴയതുപോലെ മീനൊന്നും കിട്ടണില്ലാന്ന്, അതുകൊണ്ട് ഞാൻ വെള്ളം ഇറക്കിയില്ല. ഇത് ഞാൻ വെറുതെ പറയണതാണ്, വള്ളത്തിൽ പോവാൻ മടിയായിട്ട് പറയണതാണ്. പുറത്തെന്തൊരു ചൂടാണെന്നറിയാവാ. ഇവളെന്താണ് കച്ചവടം നിർത്തി നേരത്തെ പറഞ്ഞത്? എടി പെണ്ണെ, നിനക്ക് മീൻ വേണാ? എന്തൊക്കെ മീനുണ്ട്? അയല, മത്തി, ചൂര, കാരി, കളമ, ഇതൊക്കെ ഉണ്ടാ? ഇതൊന്നും എന്റെ കയ്യിലില്ല. ഞാനൊരു പാട്ട് പാടിയതാണ്. നീ പാട്ട് പാടുപാടി മോളെ? പിന്നല്ല, ഞാനൊക്കെ പാട്ട് പാടും. തൊറയിലെ പാട്ടുകാരിയാണ്. വേണമെങ്കിൽ തൊറയിലെ ആര്യാദേലാന്ന് പറയാം. ഓ, തൊറയിലെ ആര്യാദേലാണ്. അത് റിമിട്ടാമിയാണ്. തൊറയിലെ റിമിട്ടാമിയായിരിക്കും. എല്ലാമാണ്. ആ, എന്നാ ഒരു പാട്ട് പാടിയാലോ? ഭയങ്കരാണല്ല. പിന്നെന്താ, എന്നാ പിന്നെ ഒരു പാട്ടങ്ങോട്ട് പാടാ. അതിനു മുമ്പ് എന്റെ പാട്ട് കേൾക്കാൻ ഇന്ന് 3 പേര് വന്നിട്ടുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന് ഹേമാന്റിയും, ഒന്ന് തനുജ ടീച്ചറും, ഒന്ന് ഗീതാന്റിയും. ഇവരൊക്കെ മീൻ പഠിക്കാൻ കൂടെ വന്നവരാണ്. ആ, കടാപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. തൃക്കാക്കര കടാപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാ. ഇവരും പാട്ടൊക്കെ പാടും, കവിതയൊക്കെ എഴുതും. ആണോ? ഹേമാന്റി കവിതയൊക്കെ എഴുതാറുണ്ട്. പെട്ടെന്ന് തുറയുന്ന സിറ്റിയിലോട്ട് പോയല്ലോ. നിങ്ങ റെഡിയാണെങ്കിൽ ഞാനങ്ങ് പാട്ട് പാടാ. എന്നാ പിന്നെ അങ്ങ് പാട്. ആ പാട്ടിന്റെ ഡീറ്റെയിൽസ് പോരട്ടെ. മ്യൂസിക് സലീൽ ചൗധരി സാറ്,
ലിറിക്സ് വയലാർ രാമവർമ്മ സാറ്, പാടിയത് KJ യേശുദാസ് സാറും പി ലീലാമ്മയും. സിനിമ ചെമ്മീൻ. ചെമ്മീനാണ്. 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 അത് കലക്കട്ടാ. വർഷം 1965. ഓ, എന്നാ പിന്നെ നമ്മ പാടട്ടെ. നമുക്ക് തുടങ്ങാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ എന്നാ പിന്നെ പാടിക്കോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടാ. പെണ്ണാളേ പെണ്ണാളേ കരിമ
വെരി ഗുഡ് വെരി ഗുഡ്. കോറസ് വെരി ഗുഡ്. താങ്ക് യു. കടാപ്പുറത്ത് ആടിപ്പാടി നടക്കണ കൊച്ചാണ്. ആ നമ്മ കടാപ്പുറത്ത് ഫുൾ ആട്ടവും പാട്ടവും ആണ്. ആട്ടം പാട്ടം കൊള്ളാട്ടാ. താങ്ക് യു കൊള്ളാട്ടാ. താങ്ക് യു. അവിടെ കുളിര് കോരില്ലല്ല. കുളിരി എന്താണാവോ എന്താണാവോ. പണ്ടോര് മുക്കുവെന്ന് പാടിയില്ലേ, ആ അതെന്തായിരുന്നു? പണ്ടൊരു മുക്കുവൻ. അത് പാടിക്കേ. പണ്ടൊരു മുക്കുവൻ മുത്തിനു പോയി. ആ അത് ഇടയ്ക്ക് വന്നിട്ട് പണ്ടൊരു തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. ആ. എന്ന് പറഞ്ഞാൽ ശ്രുതി ചേരാത്തന്റെ ഗ്ലിച്ചാണ്. മൈന്യൂട്ട്. മൈന്യൂട്ട്, വെരി മൈന്യൂട്ട് ആണ്. വെരി മൈന്യൂട്ട് കാര്യങ്ങൾ പറയണം. ആ കുളിര് കോരണ അത് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സഭാഷ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാം, യു ആർ ഇൻ ടോട്ടൽ കൺട്രോൾ. താങ്ക് യു. ആ ഈ പാട്ട് എൻ്റെ കയ്യിലാണ്. ഞാനത് കമാൻഡ് ചെയ്യും. എല്ലാവരും ബാക്കി എല്ലാവരും അതിലോട്ട് വരൂ. നിങ്ങൾ എല്ലാവരും ഈ പാട്ടിലോട്ട് വരൂ. ആ ചെമ്മീനിന്റെ കഥയിലേക്ക് കൊണ്ടുപോകൂ, ആ നാട്ടിലേക്ക് കൊണ്ടുപോകൂ, ആ ഭാവങ്ങളിലേക്ക് പോകൂ, ആ കടാപ്പുറത്ത് കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ അത് ഒരു കമാൻഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. അതൊരു ശരിക്കും ഒരു സ്ട്രെങ്ത് ആണ് കേട്ടോ. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യമേ റിഹേഴ്സലിന് ഞാൻ പറഞ്ഞു തന്നല്ലോ, കുറച്ചും കൂടെ തുറന്നു പാടുക. കാരണം ജിതയുടെ ശബ്ദത്തിന് പല 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 ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ കുറച്ചും കൂടെ തുറന്നു പാടിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. വേറെ ശബ്ദം കുറച്ച് ട്വീക്ക് ചെയ്ത് പാടിയിട്ടുണ്ടായിരുന്നില്ലേ വേറെ ചില പാട്ടുകൾക്കൊക്കെ ബേസ് റേഞ്ചിൽ. അതുപോലെ ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഇനിയും മാക്സിമം ഓപ്പൺ എത്ര ആക്കാൻ പറ്റും? പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. ഇത്രയും സംസ്കൃതമാവണ്ട, ഞാൻ സംസ്കരിക്കപ്പെട്ടത് വേണ്ട, കുറച്ചുകൂടെ റോ ആയിട്ട് പാടാൻ പറ്റണം. പെണ്ണാളെ പെണ്ണാളെ എന്ന് പാടുന്നതാണ്. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. ആ സംഗതിയും ജണ്ടവരിശ എന്ന് വരുന്നുണ്ട്, അത് വേണ്ട. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. അപ്പൊ സംഗതി പോകാനും പാടില്ല. വലിയ പ്രശ്നമാണ് ഈ പാട്ട്. കാര്യമുണ്ടല്ലോ, വല്ല ആവശ്യമുണ്ടോ സ്ഥലത്തേക്ക് അവിടെ അങ്ങനെ ഒരു സംഗതി വെക്കേണ്ടത്? പാവ ഒരു മീൻകാരി പെണ്ണാണ് പാടുന്നത്. വല്ല ആവശ്യമുണ്ടോ സ്ഥലത്തെടുത്ത് ചോദിക്കാൻ വരുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ? പക്ഷെ അതാണ് അതിന്റെ ബ്യൂട്ടി. ആ ചെമ്മീൻ റാംബോക്കല്ലേ, അത് നന്നായിരുന്നു കേട്ടാ. താങ്ക് യു. അതൊന്ന് കാണിക്കോ? ഇത് പ്രൊഫഷണൽ ആണല്ലോ. ഇതെവിടെ നിന്ന് വന്നതാണ്? അമേരിക്കന്ന് വന്ന മീൻകാരിയാ. എന്ത് പറഞ്ഞാലും അനുസരിക്കും കേട്ടോ. പിന്നല്ല, കലാകാരിയാണ്. കലാകാരിയാണ്. ഇത് വൈബാണല്ല. ഇവിടെ സ്റ്റേജ് തൂക്കി കേട്ടാ ജിത. താങ്ക് യു. ഞാൻ എപ്പോഴും പറയില്ലേ, ജിത ഒരു മൾട്ടി ഫേസറ്റഡ് ടാലന്റ് ആണ്. അപൂർവമാണ് അങ്ങനെ ടാലന്റ് കിട്ടുന്നത്. അതിനെ വളർത്തിക്കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഈ പെർഫോമൻസ് തീർച്ചയായിട്ടും വൺ ഓഫ് യുവർ ബെസ്റ്റ് ആണ്. പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കന്നി താമരപ്പൂമോളെ. ഞാൻ പാടിയത് മാത്രമല്ല ഈ രൂപത്തിൽ ഇങ്ങനെ വന്നില്ലേ, പിന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നില്ലേ, ദാറ്റ് ഈസ് ഓൾസോ സൂപ്പർ കേട്ടോ. പറയാതിരിക്കാൻ പറ്റുമോ? താങ്ക് യു സർ. ഞാനൊരു ചെറിയ ചലഞ്ച് തരാം. അതെന്താ വെച്ചാ, തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന 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 പാടിക്കേ. തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തനന തന്തന തന്തനന തന്തന തന്തനന. സൂപ്പർ. അടുത്തത് തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തനന തന്തന തന്തനന തന്തന തന്തന തന്തനന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തനന തന്തന തന്തനന തന്തന തന്തന തന്തനന. നമ്മുടെ മീനൂട്ടിയില്ലേ, മീനൂട്ടിക്ക് ഈ പേരെങ്ങനെയാ വന്നത്? മീനാക്ഷി അല്ലേ പേര്? അപ്പൊ ശരിക്കും കായലിന്റെ അടുത്താണെങ്കിൽ കരിമീനാക്ഷി ആയിരിക്കും. കായലിൽ കരിമീനാണ് കിട്ടുന്നത്. ഓ അതുകൊണ്ടോ? കരിമീൻ
ഇത് ഏത് മീന വേണേ ആക്കാം. ഈ അതുകൊണ്ട് എനിക്ക് എവിടെ വേണേ താമസിക്കാം. മനസ്സിലായോ? കായലിൽ പോയി ഞാൻ കരിമീനാക്ഷിയാവും, വേറെ എവിടെയും പോയി അങ്ങനെയാവും. അല്ലല്ല, പുഴയുടെ അടുത്താണെങ്കിൽ അത് വരാൽ മീനാക്ഷിയാവും. പിന്നെ കടലിലാണെങ്കിൽ നെയ് മീനാക്ഷിയാവും. എനിക്ക് എവിടെ വേണം ഇന്നൊരു രക്ഷയില്ല. ഞാൻ എവിടെ വേണം എനിക്ക് കരിമീനാക്ഷി കടലിലാണെങ്കിൽ എന്താവും? നെയ് മീനാക്ഷി. മീനാക്ഷി തരണ്ടി മീനാക്ഷി. അത് പേഴ്സണൽ. മാമൻ പറ. ചിതക്കുട്ടി, എന്തോ നമ്മുടെ സ്റ്റൈലില് വേണ നോർമൽ സ്റ്റൈലില് വേണ? ഏത് സ്റ്റൈലാണെങ്കിലും ഉമ്മ പിടിക്കും. ഉമ്മ പിടിക്കും. അത് മതി കേട്ടാ. എനിക്കങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. താങ്ക് യു. നന്നായിട്ട് പാടി കേട്ടാ. ഹോയ് ഹോയ് ഏലേലം തോണിയിലെ അരയന് താലോലം കിളിപ്പെണ്ണല്ലേ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. എനിക്ക് ആ കുളിരുന്നുള്ള ഭാഗമില്ലേ, ആ അതാണ് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. ആ പിന്നെ പണ്ടൊരു തുടങ്ങിയപ്പ ചെറിയൊരു പ്രശ്നം. ആ അതെല്ലാം ശ്രുതിയാണ് കേട്ടാ, ആ വേറെ പ്രശ്നമൊന്നുമല്ല. ആ. പിന്നെ എന്താണ് ഭയങ്കര പുരോഗമനാണല്ല. താങ്ക് യു. ഇമ്പ്രൂവ്മെന്റ് താങ്ക് യു. എന്തൊരു പുരോഗമനാണ്. താങ്ക് യു. ഈ പുരോഗമനം കൊണ്ട് ഇങ്ങനെ വന്നാ പിന്നെ എവിടേക്കാണ് പോണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പോയാല് എത്തണ്ടേ? എത്തണമല്ലോ. അതിനല്ലേ നമ്മ കഷ്ടപ്പെടണത്. അതെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതിനാണ്. അതെ. ആ കഴിഞ്ഞില്ല കേട്ടാ. എന്താ നിങ്ങൾക്ക് പറയാൻ മുട്ടണണ്ട. എനിക്ക് ഇത്രേ പറയാനുള്ളു. താങ്ക് യു. ഇവിടെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. നീ പറ. പാവല്ലേ കൊടുത്തേക്ക്. ജിതക്കുട്ടി, എന്താണ്? എന്തൊരു കോൺഫിഡൻസ് ആണ് ജിതക്കുട്ടി. താങ്ക് യു. ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ഗ്രേസ്. ആ കൊട്ടെടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ട്. കൂടെ പാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. റാമ്പുവാക്കം കളിക്കല്ലേ. റാമ്പോക്ക് കലക്കി. ഞാൻ പറഞ്ഞില്ലേ കലാകാരിയാണ്. ഒന്നും പറയാനില്ല ജിതക്കുട്ടി. നന്നായി പാടി. ഒരു കുഞ്ഞൊരു പിച്ച് ഇഷ്യൂ വന്നതേ ഉള്ളൂ 1-2 സ്ഥലത്ത്. ബാക്കി ഒന്നുമില്ല. നിങ്ങൾ എന്താണ് മോഡേണായിട്ട് സംസാരിക്കണത്? ഞാൻ ന്യൂജനാണ്. ഉമ്മ ന്യൂജനാണ്. ന്യൂജനാണ്. ജന്നാൽഫയാണ്. ജെന്നക്സിന്റെ മാർക്ക് വേണം. വേണം. 100-ല് 99.5 ആണ് കേട്ടാ. താങ്ക് യു. ഇപ്പൊ നമുക്ക് തരാനുള്ളത് അതേ ഉള്ളു. 99.5 ആണ് കേട്ടാ. തൊറയിലാശാനെ, നമുക്കൊരു പെർഫോമർ ഓഫ് ദ ഡേ കൊടുത്താലാ? എന്നാ കൊടുക്ക്. നിങ്ങൾ കൊടുക്കും. ആശാൻ കൊടുക്ക്. ആശാനല്ലേ ഇഷ്ടം. നിങ്ങ കൊടുക്കും. ആര് വരണം? ആര് വന്നാലും ഉമ്മ മേടിക്കൂട്ടാ. ആര് വരണം? ആശാൻ വന്നോ? ആശാനായോ? ശരിയല്ലേട്ടാ. മടിയനാണ്. കസേരമേന്ന് മീൻ പിടിക്കാനൊക്കെ ഞങ്ങളാണ് പോണത്. ചുമ്മാ ഇവിടെ കരക്കിരുന്ന് കാണത്തുള്ളൂ. കാലത്തെണീറ്റ് പല്ലേക്കണം. കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് തേക്കാൻ വില്ലി വൈറ്റ്. കടാപ്പുറത്ത് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കടാപ്പുറത്ത് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ. തൃക്കാക്കര കടാപ്പുറത്തുള്ള എല്ലാവർക്കും ഒരു അന്വേഷണം. തൃക്കാക്കര കടാപ്പുറത്തുള്ള എല്ലാവർക്കും നമ്മുടെ അന്വേഷണം ഉണ്ട് കേട്ടാ. എന്നാ ഉമ്മ അങ്ങോട്ട് തെറിക്കട്ടെ. തെറിച്ചോളി. മീന് ഞങ്ങള് വിൽക്കട്ടെ ഇവിടെ വെച്ച് മറിച്ചു വെച്ചോട്ടെ.